എക്സിറ്റ് പോളുകളിൽ UDF-ന് മേധാവിത്വം പ്രവചിച്ചതിന് പിന്നാലെ മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനവും ഉപമുഖ്യമന്ത്രി പദവിയും ചർച്ചയാകുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ലീഗിന് 5 മന്ത്രിമാരുണ്ടായിരുന്നു. എന്നാൽ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത്തവണ അതുണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല. വിവരങ്ങളുമായി VS രഞ്ജിത്തുണ്ട്. VS രഞ്ജിത്ത്, 5ാം മന്ത്രിസ്ഥാനം അന്ന് വലിയ വിവാദമായതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ 4 മന്ത്രിമാരും പിന്നീട് ഒരുപക്ഷെ ഡെപ്യൂട്ടി സ്പീക്കറും അതായിരിക്കുമോ ലീഗിന് UDF വിജയിച്ചാൽ ലഭിക്കുക? അരുൺകുമാർ, എക്സിറ്റ് പോളിന്റെ റിസൾട്ട് കൂടി പ്രവചനം കൂടി പുറത്തു വന്നതോടുകൂടി ലീഗ് കേന്ദ്രങ്ങൾ UDF കേന്ദ്രങ്ങൾ മുഴുവൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. മന്ത്രി ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 5ാം മന്ത്രി ആര് എന്നുള്ളൊരു ചർച്ചയുണ്ട്. കാരണം 5ാം മന്ത്രി സ്ഥാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ആശങ്ക. 2011 ഉമ്മൻചാണ്ടി ലീഗിന് 5ാം മന്ത്രിസ്ഥാനം കൊടുത്തിരുന്നു. അത് വലിയ വിവാദമാവുകയും ചെയ്തു. UDF-ന് വലിയ തിരിച്ചടിയായി എന്നൊരു കണക്കുകൂട്ടൽ ലീഗിന് ഉൾപ്പെടെ ഉണ്ട്. അതുകൊണ്ട് ഇത്തവണ 5ാം മന്ത്രിക്ക് വേണ്ടി വാശി പിടിക്കുമോ അതോ കോൺഗ്രസ് 5ാം മന്ത്രിസ്ഥാനം ലീഗിന് അനുവദിച്ചു കൊടുക്കുമോ? ഇനി 4 മന്ത്രിയിൽ ലീഗ് തൃപ്തിപ്പെടുകയാണെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയെ ഒരു മുതിർന്ന നേതാവിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലീഗിനുണ്ടാവും. സ്വാഭാവികമായിട്ടും AK അഷ്റഫിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നതും. അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരുടെ പേരുകൾ മലപ്പുറത്ത് നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നു. പാലക്കാട് നിന്ന് N ഷംസുദ്ദീൻ ഉണ്ടാവും. ഈ 5ാം മന്ത്രിസ്ഥാനം ഉണ്ടെങ്കിൽ അത് കോഴിക്കോട്ട് നിന്നാണെങ്കിൽ റസാഖ് മാസ്റ്ററും അതുപോലെ PK ഫിറോസും ഉൾപ്പെടെ പാറക്കൽ അബ്ദുൾ ഉൾപ്പെടെ നേതാക്കന്മാരുണ്ട്. യുവ പരിഗണന വരികയാണെങ്കിൽ ഫൈസൽ ബാബുവും PK ഫിറോസും അതുപോലെ നജീബ് കാന്തവരും ഒക്കെയാണ് പരിഗണനയുള്ളത്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ തീരുമാനമാണ്. സ്വാഭാവികമായിട്ടും യുവാക്കളെയൊക്കെ 5ാം മന്ത്രിസ്ഥാനം ഉണ്ടെങ്കിൽ പരിഗണിച്ചേക്കാം. താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കേരളത്തെ അടുത്ത 5 വർഷത്തെ ഭരിക്കുന്നത് ആരെന്നറിയാൻ കാത്തിരിക്കുക. റിപ്പോർട്ടർ TVക്കൊപ്പം ഒരു ചെറിയ ഇടവേള.